Hello friends, how are you? ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് എൻ്റെ ഒരു കസ്റ്റമർ അയച്ചൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അവരൊരു പുതിയൊരു ലാപ്ടോപ്പ് എടുത്തിരുന്നു, ഡെല്ല് ഒരു 10th ജനറേഷൻ 4 GB ഗ്രാഫിക്സ്, വലിയ ഹൈ കോൺഫിഗറേഷൻ ആണ്. എടുത്തിട്ട് ഒരു 3 days 4 days ആയിട്ടുള്ളൂ. അപ്പോൾ അവർ എനിക്ക് അയച്ചു തന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. വി കാൺട്ട് ഫൈൻഡ് യുവർ ക്യാമറ. അവർ ക്യാമറ ഓപ്പൺ ആവുന്നില്ല. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ സൂം യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് ക്യാമറ ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ കാണുന്നത് എൻ്റെ കമ്പ്യൂട്ടറാണ്. ഇതിലിപ്പോൾ ക്യാമറ ഇല്ല. ഓക്കെ, ഇത് സാധാരണ ഒരു ഡെസ്ക്ടോപ്പ് PC ആണ്. ഇതിൽ നോർമൽ മോണിറ്റർ അല്ലെങ്കിൽ നോർമൽ മോണിറ്ററാണ് ഇതിലുള്ളത്. ഇതിലിപ്പോൾ ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ വി കാൺ ഫൈൻഡ് യുവർ ക്യാമറ, ഇതാണ് ഈ എറർ വരുന്നത് ലാപ്ടോപ്പിൽ. ഓക്കെ, ലാപ്ടോപ്പിൽ ഓൾറെഡി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, പക്ഷേ ഇങ്ങനെ ഒരു എററാണ് വന്നത്. ശരിക്കും ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈ കമ്പ്യൂട്ടർ, ഓക്കെ, ഇത് വിൻഡോസ് 10 വരുന്ന ഒരു പ്രോബ്ലമാണ്. മൈ കമ്പ്യൂട്ടർ പ്രോപ്പർട്ടീസ്, ഡിവൈസ് മാനേജർ. ഈ ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു വിവരണം തരാം മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തം ഇവിടെ കാണുന്നത് മൊത്തം ഹാർഡ്വെയർ ആണ്. ഞങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള മൊത്തം ഹാർഡ്വെയർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ അഡാപ്റ്റർ, ഇത് ഗ്രാഫിക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിന്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇവിടുന്ന് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗ്രാഫിക്സ് മൊത്തം ഒരു മങ്ങിയതായിട്ട് കാണും. നിങ്ങൾക്കൊരു വീഡിയോസ് ശരിക്കും കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഏതൊരു ഹാർഡ്വെയറിനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ വേണം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈ കമ്പ്യൂട്ടർ ഡിവൈസ് മാനേജറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസ് മാനേജറിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടറിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കാണിക്കില്ല. ക്യാമറ ഉള്ള ലാപ്ടോപ്പിലാണെങ്കിൽ ഇവിടെ മുകളിൽ തന്നെ ഇവിടെ USB, ഇവിടെ ഈ സൈഡ് കാണിക്കും USB ക്യാമറ, അവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു സംഭവം ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് സ്കാൻ ഫോർ ഹാർഡ്വെയർ എന്നിട്ട് റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് പോയിട്ട് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ക്യാമറ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ ഡിവൈസ് മാനേജറിൽ പോയിട്ട് ക്യാമറ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, ഇങ്ങനെ ഒരു ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആയിട്ട് കണക്കാക്കും. കാരണം എൻ്റെ കസ്റ്റമറിന് ഞാൻ പറഞ്ഞത് അവരതും അത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും. അവരെന്തോ ക്യാമറൻ്റെ എന്തോ കേബിളിൽ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവർ ചേഞ്ച് ചെയ്തെന്നാണ് പറഞ്ഞത്. അത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവരത് USB ഡിവൈസ് ഉള്ളത്. ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിവിടെ സ്റ്റാർട്ടിൽ പോവാം. ഇവിടെ ജസ്റ്റ് സെർച്ച് ക്യാമറ. ഓക്കെ, സെർച്ച് ക്യാമറ. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആപ്പ് സെറ്റിങ്സിൽ പോവുക. ഇത് ക്യാമറേൻ്റെ സെറ്റിങ്സ് ആണ്. ഇവിടെ റീസെറ്റ് കൊടുക്കുക. റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം, നിങ്ങൾ ക്യാമറേൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഒന്ന് റീസെറ്റ് ആയി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് പോയിട്ട് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ടും ക്യാമറ ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, ഈ കാണുന്നത്. ഈ സെറ്റിങ്സിൽ പ്രൈവസിയിൽ പോയിട്ട് ഇവിടെ ക്യാമറ, ഇവിടെ ചേഞ്ച് ക്യാമറ ആക്സസ് ഡിവൈസ്, ഇത് ഓൺ ആണോ ഓഫ് ആണോ ചെക്ക് ചെയ്യുക. ഇത് ചിലപ്പോൾ ഓഫ് ആണെങ്കിൽ നിങ്ങൾ ക്യാമറ വർക്ക് ചെയ്യില്ല. ഓക്കെ, അത് നിങ്ങൾ ഓൺ ചെയ്യുക. പിന്നെ താഴെയുള്ള ക്യാമറ ഇത് ഓൺ ആയിരിക്കണം, ഈ കാണുന്നത് ഓൺ ആയിരിക്കണം. ഈ 2-3 സെറ്റിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്യാമറേൻ്റെ ഇതിൽ ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾ ഡിവൈസ് മാനേജർ കാണിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ലിനോവോ, MSI ഇതുപോലുള്ള ലാപ്ടോപ്പിലൊക്കെ നമ്മുടെ കീബോർഡിൽ തന്നെ ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ടാവും, ഫംഗ്ഷൻ കീ ഉണ്ടാവും ക്യാമറ ഓഫ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഡെൽ HP അങ്ങനെയുള്ള ലാപ്ടോപ്പിലില്ല, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത്. ഡിവൈസ് മാനേജർ പോലെ നിങ്ങൾ ഈ മൈ കമ്പ്യൂട്ടർ ഡിവൈസ് മാനേജർ പോയിട്ട് നിങ്ങൾ ക്യാമറ ഫൈൻഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആയിരിക്കും. ഇവിടെ ഉണ്ട് എന്നിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പ്രൊസീജിയർ, ഞാൻ ഇപ്പോൾ കാണിച്ച പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ആയി കിട്ടും. ക്യാമറ 100% വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരാൾക്ക് വന്നൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യുക. അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.